ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ ഞാൻ എതിർക്കുകയാണ് സർ. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇത് പരിഹരിക്കാൻ ഒരു നയവും നയപ്രഖ്യാപനത്തിലില്ല സർ. കേരളത്തിലെ നിലവിലുള്ള സാഹചര്യത്തിൽ നിർമ്മാണ മേഖലയിലും വ്യാവസായിക മേഖലയിലും തൊഴിൽ സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷേ ഒരു പദ്ധതിയും ഈ പ്രഖ്യാപനത്തിൽ കാണാൻ സാധിച്ചില്ല സർ. കേരളത്തിൽ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നത് പ്രവാസികളാണ്. പശ്ചിമേഷ്യൻ യുദ്ധം വന്നതോടെ പ്രവാസികൾ ആശങ്കയിലാണ്. എന്നാൽ നമ്മുടെ പ്രവാസികൾക്ക് പ്രയോജനം നൽകുന്ന ഒരു നയവും ഈ പ്രഖ്യാപനത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നത്, എന്നാൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ എന്ത് പദ്ധതിയാണ് സർ നടപ്പിലാക്കുകയെന്ന് നയം വ്യക്തമാക്കണം സർ. അതേപോലെ കഴിഞ്ഞ സർക്കാർ 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണനേട്ടം പുതിയ സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടിനുള്ള അടിത്തറയാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് സർ. കേന്ദ്രത്തിന് നൽകാതെ കേരളത്തെ ഞെരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ സാധിക്കാത്ത നയപ്രഖ്യാപനം കേന്ദ്രത്തോട് മൗനം പാലിക്കുകയല്ലേ സർ. സഹകരണ മേഖലയിൽ ജനവിശ്വാസം വീണ്ടെടുക്കണമെന്ന് ഈ സർക്കാർ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഈ മേഖലയിൽ തകർക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ശ്രമങ്ങൾക്ക് ഈ സർക്കാർ മൗനം പാലിക്കുകയാണ്. അതേപോലെ സ്ത്രീ സമൂഹത്തോടുള്ള കരുതലിൻ്റെ ഇടമാണ് കേരളത്തിലെ കുടുംബശ്രീ. ലോകത്തിന് മാതൃകയാണ് കുടുംബശ്രീ പ്രസ്ഥാനം. ചടുലവും ചലനാത്മകവുമായ ഈ സംവിധാനത്തോട് മൗനം ഉപേക്ഷിക്കണം സർ. അതേപോലെ നേരത്തെ ഇവിടെ തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. കേരളത്തിലെ ഭവനരഹിതമായ പാവപ്പെട്ട മനുഷ്യരുടെ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ചരിത്രപരമായ മുന്നേറ്റം നടത്തിയ ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ. കേരളത്തിന് എക്കാലത്തും അഭിമാനപൂർവമായ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദ്യത്തിനുള്ള മറുപടികൾ ഒന്നുകൂടിയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി. ലോകത്താകെ കണക്കെടുത്താൽ മതിയായ പാർപ്പിട സൗകര്യമില്ലാത്ത മനുഷ്യർ ഏകദേശം 160 കോടി വരും. അതായത് ലോകത്തിൻ്റെ 1/5 മനുഷ്യർ പാർപ്പിടമില്ലാതെ കഷ്ടപ്പെടുന്നു. ഇന്ത്യയുടെ തലസ്ഥാനത്ത് മാത്രം ഓരോ വർഷവും അതിശൈത്യം സഹിക്കാനാവാതെ തെരുവിൽ കിടന്ന് മരിക്കുന്നത് 100 കണക്കിന് മനുഷ്യരാണ്. സ്വന്തമായൊരു വീടുണ്ടാവുക എന്നത് മനുഷ്യർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ലൈഫ് മിഷൻ വഴി കേരളത്തിൽ പാർപ്പിട സൗകര്യത്തെക്കുറിച്ച് നിരന്തരമായ അരക്ഷിത ബോധത്തിൽ നിന്ന് ലക്ഷക്കണക്കാനായ മനുഷ്യർ മോചിതരായിരിക്കുകയാണ്. അഗതികളായാലും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരായാലും ട്രാൻസ്ജെൻഡറായാലും വിധവകൾ, ദളിത്, ആദിവാസി വിഭാഗങ്ങൾ എന്നിവർക്ക് മുൻഗണന നൽകി അവരെ സാമൂഹികമായി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ സർക്കാർ കാണിച്ചത് ഇച്ഛാശക്തി ചരിത്രപരമാണ് സർ. ഭൂരഹിതരായ ഭൂമി കണ്ടെത്താൻ മനസ്സോടിത്തിരി മണ്ണ് എന്ന ക്യാമ്പയിനിലൂടെ ജനങ്ങളെ ഒന്നാകെ അണിനിരത്താൻ കോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പുകളും കണ്ടെത്താൻ അന്ന് സാധിച്ചിട്ടുണ്ട്. ഇതിനകം 5,962 കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം നൽകാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 20,831 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി 88% തുകയും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളാണ് വഹിച്ചത്. എന്നാൽ കേരളത്തിലെ പാവങ്ങളുടെ അത്താണിയായ ഈ പദ്ധതിയെ രാഷ്ട്രീയ തീവ്രം ബാധിച്ച ഇന്നത്തെ സർക്കാർ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പദ്ധതിയും ഇവിടെ തുടരേണ്ടതില്ല എന്നാണോ ഈ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം ഇതിന് പിന്നാമ്പുറമുള്ളത്? വികേന്ദ്രിതമായ ആസൂത്രണത്തെ അട്ടിമറിക്കുന്ന എന്ന അടിസ്ഥാനരഹിതമായ പുകമറ സൃഷ്ടിച്ച് പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച സർക്കാർ ഒളിച്ചോടുകയാണ്. സാമ്പത്തികമായി ശ്വാസം മുട്ടുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഈ ബാധ്യത എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അതേപോലെ വികസനത്തിലൂടെ ഇരട്ടത്താപ്പാണ് സർ കാണിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന എല്ലാ വികസനങ്ങളെയും അന്ധമായി എതിർത്തവരാണ് ഇപ്പോൾ പുതിയ കേരള സൃഷ്ടിക്കുമെന്ന് അവകാശപ്പെടുന്നത്. LDF ഭരണത്തിൽ ദേശീയ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചപ്പോൾ കീഴാറ്റൂർ സമരത്തിന് നടത്തിയവരാണ് ഇന്നത്തെ ഭരണപക്ഷം. അതേപോലെ K-ഫോൺ പദ്ധതി മുടക്കാൻ ഹൈക്കോടതിയിൽ പോയവരും ഇന്നത്തെ ഭരണകക്ഷികർത്താക്കളാണ്. വയനാട് തുരങ്കപാതയെ എതിർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതും ഇന്നത്തെ ഭരണകക്ഷിക്കാരാണ്. എങ്ങനെയാണ് സാർ ഇവർ നാടിൻ്റെ വികസനത്തെ എക്കാലത്തും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള നയപ്രഖ്യാപനം നടത്തുന്നത്? എക്കാലത്തും വികസനം തടസ്സപ്പെടുത്തിയതല്ലേ ഇവർ?
ഇവർക്ക് വികസന നയപ്രഖ്യാപനം നടത്താൻ പോലും ചിലപ്പോൾ ധാർമ്മിക അവകാശമുണ്ടോ എന്ന് ചിന്തിക്കാതാണ്. ഈ നയപ്രഖ്യാപനത്തെ ഞാൻ പൂർണ്ണമായി എതിർത്തോട് നിർത്തുകയാണ് സർ.